നമ്മൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓണാണ്, ഹാപ്പി ഓണം ഗൈസ്. നമുക്ക് നേരെ ഓണപ്പരിപാടിയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പൂവിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമുക്ക് വെട്ടി ഓരോ പേപ്പറിലേക്ക് കേട്ടോ. സോ ഇത്രയായിട്ടുണ്ട്. ബാക്കിയും കൊണ്ട് നമുക്ക് അരിഞ്ഞെടുത്തേക്കാം കേട്ടോ. സോ മെച്ചാമാരെ, അപ്പം മഞ്ഞ കഴിഞ്ഞിൻ്റെ അടുത്ത് ഓറഞ്ചാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുക. അപ്പോൾ ഒരു മാജിക് കാണിച്ചിട്ടും. സോ മച്ചാമാരെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെറിയൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വാ. നമ്മളെ പൂക്കളത്തിൻ്റെ ഒരു ഫിലിം ഷോട്ട് കണ്ടിട്ട് വാ. സോ മച്ചാമാരെ, പൂക്കളും മിറ്റ് വരെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇനി ഒരു സ്ക്വയറും കൂടി വരാണ്ടല്ലേ. ഇതാണ് നമ്മളെ ആർട്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഫിസിക്സർ, എഡിറ്റർ ഒക്കെ ഇയാളാണ് നമുക്ക് ഡ്രോ ഒക്കെ ചെയ്ത് തരുന്നത്. നമ്മളെ പൂ ഇങ്ങനെ നമുക്കൊരു ഒരു പാട്ടിട്ടേക്കാം. ഓണം മഞ്ഞല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കാലി കളിച്ചല്ലോ, ഉണ്ണി ഓടി വരിഞ്ഞല്ലോ, സദ്യ വരും മുന്നേ ബാക്കി മറന്നുപോയി. നമ്മളെ പുലിക്കളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാല് ചൂസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പൂക്കളത്തിന്റെ വിഷ്വൽസ് എന്നൊക്കെ പറയുമ്പോ. അപ്പം ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ചാടി മറിഞ്ഞല്ലോ, ഉണ്ണി ഓടി മറിഞ്ഞല്ലോ. സോ മച്ചാമാരി, ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഓണക്കോടിയാണ്. ദിസ് ഈസ് എ ടീഷർട്ടാണ്. അപ്പം ഇത് ഏതിൻ്റെ ടീഷർട്ടാണെന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? നോക്കിയെന്നാ ഞാൻ തിരിയാം. എല്ലാ മച്ചാമാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നിർവാണ കറക്റ്റ് നിർവാണയുടെ ടീഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഏട്ടനും ഉണ്ട് അങ്ങനത്തെ ഒന്ന്, കോപ്പിയാണ്. നിർവാണ കണ്ണനാണ് ആദ്യം വാങ്ങിയത്. സോ സദ്യയുടെ പണികളൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. സദ്യയുടെ പണികളൊക്കെ തുടങ്ങി. സോ എല്ലാം ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നായിട്ട്. പിന്നെ നമ്മൾ തൃക്കാക്കരയപ്പൻ്റെ വെച്ചതിൻ്റെ കുറച്ച് മാവും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്നൊരു പരിപാടി. തൃക്കാക്കരയപ്പൻ അവിടെയാണ്. നമ്മൾ പൂക്കിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ ചേരിപ്പം തന്നെ കമൻറ്റ് ചെയ്യുക പൂക്കൾ എങ്ങനെ ഉണ്ടെന്ന്. സോ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ പൂക്കൾ, അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ 10 ദിവസത്തിനുള്ളിൽ നല്ല കിണ്ണ കിടക്കാച്ച് കിർലോസ്കി, പമ്പ്ലസ്കി, പൊളിക്കസ്കി, മർക്കോസ്കി, ഇസ്കോസ്കി പൊളിച്ച വീഡിയോസ് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. ഷോർട്ട് ഫിലിം ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. എല്ലാ മച്ചന്മാരും കാണാൻ, മിസ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാ മച്ചന്മാരും നിങ്ങൾ കാണും. നിങ്ങൾ പറ്റിക്കരുത്, കാണാം. എൻ്റെ വീട്ടിലുണ്ട് ഈ സാമാനം. ഒരു തലങ്ങനെ നല്ല സുഖമാണ്. 5 മണിക്ക് പരിപാടിയാണ്. 5 മണിക്കൊക്കെ ഞാൻ പോത്ത് പോലെ കിടന്നുറങ്ങിണ്ട് അവിടെ. പിന്നെ നാളെ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ്. അത് നാളെ നമ്മൾ എന്തായാലും ഇട്ടിരിക്കും. കാര്യം കുറച്ച് ദിവസമായി അത് എടുക്കണം എന്ന് വിചാരിക്കണം. പക്ഷേ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വരുന്നതായിരിക്കും. എല്ലാം വെച്ചാൽ അവർ കാണാൻ മറക്കരുത്. ഡേയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര അപാകതയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടങ്ങൊക്കെ അറിയാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറെന്ന് പോയി കാണുന്ന മറക്കണ്ട. നമ്മൾ കുറച്ചുകൂടി വട്ടം താക്കാണ്ട്. ഇവിടെ കൃഷ്ണനും പിള്ളേരൊക്കെ ഇവിടെ നോക്കിയിരിക്കണമെന്നുണ്ട്. നമ്മളെ പൂക്കളം കൃഷ്ണൻ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പൂക്കളം ഇടുന്നത്. കൃഷ്ണൻ എല്ലാ ദൈവങ്ങളും ഗുരുവായൂരപ്പനെ ഒക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഓണം സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഒരു പടം ഉണ്ട്, ഏതാണ്? തുണ്ട്. അച്ഛമ്മ ഹാപ്പി ഓണം പറയോ?
ഹാപ്പി ഓണം. അച്ഛനെക്കൊണ്ട് ഹാപ്പി ഓണം പറയിപ്പിച്ചിട്ട് നമ്മുടെ തൃക്കരയപ്പൻ ഇവിടെയുണ്ട്. ഓണപ്പൂക്കളം സെറ്റ്, പിന്നെ ഇതൊക്കെ ഇട്ട് ഇതിൻ്റെയൊക്കെ വര, ഇതിൻ്റെയുള്ള ഡീറ്റെയിൽസും വർക്കിങ്സും ഒക്കെ ഇതൊക്കെ ഇട്ട് നമ്മളെ നല്ലൊരാളായ എൻ്റെ പ്ലാൻ കണ്ണൻ്റെ പ്ലാൻ രണ്ടും കൂടി മിക്സാക്കിയ ആളോട് ഇരിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഓണം പറഞ്ഞിടുവാവേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പിന്നെ ഇവിടെ മാത്രമല്ല, അവിടെ ചെറുത് കൂട്ടുണ്ട് കണ്ടോ. ഇവിടെ ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ മാവേലിച്ചാട്ടം വരുമ്പോൾ ഒക്കെ കണ്ട് പൊളിക്കട്ടെ. മാവേലി വെറും അമ്മച്ചമ്മര വകയാണ്. എല്ലാ അമ്മച്ചമ്മ ലൈക്ക് അടിച്ചോ. ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് ഞാൻ പറയുന്നു. പാർട്ട് 2 ഉണ്ട് സദ്യനെ കുറിച്ചൊക്കെ. എല്ലാ അമ്മച്ചവരും കാണാൻ മറക്കല്ലേ. അപ്പോൾ